പീപ്പിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സിആർ റിസോർട്ടിൽ നമുക്ക് ഈവനിങ് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ഓഫ് ചെയ്തത് അവർ ഞങ്ങൾക്ക് വെൽക്കം ചെയ്തിട്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഒരു പൂളും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ രാത്രി ഈ ടെൻസും പിന്നെ അങ്ങനത്തെ ഒരു ലിവിംഗ് സെറ്റപ്പ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് ഒക്കെ ഇട്ട് കാണാനായിട്ട്. ഈവനിങ് ആയപ്പോഴേക്കും ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് വ്യത്യാസം വന്നായിരുന്നു കേട്ടോ. രാവിലത്തെ ആ ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് ചൂടും വെയിലും ഒക്കെ മാറി ഭയങ്കരമായിട്ടൊരു കാം കൂൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ട് എക്സ്ക്രൂഷിയേറ്റിംഗ് തണുപ്പ് ആ ഒരു ടൈപ്പ് വിന്റർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്നാക്സ് തന്നായിരുന്നു കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബജ്ജീസ് ആണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചൗമ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, ചിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങി കേട്ടോ. ഇതിന്റെ പേര് കർത്താൽ എന്നാണ് കേട്ടോ. किसी ने आकर दरवाजा खटखटाया तो सरजी ने सोचा कि मेरा दिल आया और दरवाजा खोल के देखा तो बिजली का लंबा चौड़ा बिल आया। ഞങ്ങൾ ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും റൂമിലേക്ക് തിരിച്ചു പോയി റെസ്റ്റ് എടുത്തു. തിരിച്ചു വന്നപ്പോഴേക്കും ഒരു DJ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ പാരാസെയിലിങ്ങും പാരാഗ്ലൈഡിങ്ങും പിന്നെ പാരാമോട്ടറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ജയ്സൽമേർ ഒരുപാട് ആർമി ക്യാമ്പ്സ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ടാങ്ക്സും പിന്നെ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ അവർ കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അധികം അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഫ്രം രാജസ്ഥാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.